അപ്പോൾ സമരത്തിൽ പലപ്പോഴും താങ്കളെ കണ്ടത് ഭയങ്കര അഗ്രസീവായിട്ട് വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്ന, വലിയ ശബ്ദമുയർത്തി സംസാരിക്കുന്ന. അപ്പോൾ ജീവിതത്തിൽ അത്തരത്തിൽ അഗ്രസീവ് ഒക്കെ ഉള്ള ഒരാളാണോ? അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ കാണുമ്പോൾ ഭയങ്കര സൗമ്യനായി സംസാരിക്കുന്ന ഒരു നേതാവാണ്, പക്ഷെ സമരതലത്തിലേക്ക് വരുമ്പോൾ കുറച്ച് അഗ്രസീവ് ആണ്. തീപ്പൊരി പ്രസംഗം എപ്പോഴും ചർച്ചയാവുന്നത് പോലീസിനെതിരെയൊക്കെ ഭയങ്കര രൂക്ഷമായ ഭാഷയിൽ സംസാരിച്ചു. അല്ല, നമ്മൾ ഇതെല്ലാം ഇഷ്യൂ ബേസ്ഡ് ആണല്ലോ. നമ്മളൊരു സമരത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തിനാണ് സമരം, എന്തിനു വേണ്ടിയിട്ടാണ്? സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ എപ്പോഴും അങ്ങനെയാണ്, നമ്മളങ്ങനെയാണ്. ഒരു സമരമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളായിക്കൊള്ളട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വെറുതെ സമയം കളയുന്നതല്ലല്ലോ. സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തകർ സാക്രിഫൈസ്, എവിടെയാണ് എന്ത് പ്രതിസന്ധികളുണ്ടെങ്കിലും എപ്പോഴും ചിരിച്ച് നല്ല സന്തോഷത്തോടു കൂടിയിട്ടാണ് എല്ലാവരും നിൽക്കുക. അപ്പം അങ്ങനെയുള്ള നിരവധി ആളുകളെ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ പിന്നീട് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരാനുഭവങ്ങളും നമ്മൾ കണ്ടിട്ടുള്ളവരാണ്. പക്ഷേ ഇതൊന്നും ജനം അറിയാറില്ലല്ലോ, കൂടെയുള്ള പ്രവർത്തകർ പോലും അറിയില്ല. നമ്മളൊരു ജനങ്ങളുടെ ഒരു വിഷയം, ആ വിഷയം ഏറ്റെടുത്താൽ ജനങ്ങളുടെ മനസ്സെപ്പോഴും അഗ്രസീവായിരിക്കും, അല്ലേ? നിങ്ങളെവിടെയെങ്കിലും ഒരു അപകടം ഉണ്ടായി, റോട്ടിലൊരു അപകടം ഉണ്ടായി, ഒരു ബൈക്ക് അപകടം, അത് ഏതെങ്കിലും ഒരു പോലീസ് വാഹനമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സർക്കാർ വാഹനമോ ഒക്കെ ഉണ്ടായാൽ, അല്ലെങ്കിൽ നിരന്തരം പരാതി പറഞ്ഞിട്ടും അനാസ്ഥ, അധികാരികളുടെ അനാസ്ഥ കൊണ്ട് വീണ്ടും അപകടമുണ്ടായ ആളുകൾ മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ അവിടെ ആളുകൾ വരും, നമ്മളവിടെ പോയി നിൽക്കും, ആളുകൾ കൈവിട്ട് പോകും ചില കാര്യങ്ങൾ. അപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്, നമ്മൾ ആരും നിയന്ത്രിക്കാൻ ശ്രമിച്ചാൽ നമ്മളെപ്പോലും ആളുകൾ വഴക്ക് പറയും. അപ്പോൾ ആ രീതിയിലാണ് എപ്പോഴും പബ്ലിക്. അവരിത് കഴിഞ്ഞിട്ട് അവരപ്പം തന്നെ പോകും. കേസ് പിന്നെ നമ്മുടെ പേരിലേ വരുള്ളൂ, നമ്മൾ അതിൻ്റെ മുമ്പിലുണ്ടെങ്കിൽ. നമ്മളൊന്നും തെറ്റ് ചെയ്തിട്ടുണ്ടാകില്ല. അങ്ങനെയാണ് എപ്പോഴും. അപ്പം പബ്ലിക് എപ്പോഴും അങ്ങനെയാണ്, അവരെപ്പോഴും അഗ്രസീവായിരിക്കും അവരുടെ കാര്യങ്ങളിൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.